മണ്ഡല പൂജയുടെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണെന്ന്? അതെ, അത് തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പോൾ അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ തന്നെ, അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് അറിയാം 2 വർഷക്കാലം മുമ്പ് കൊറോണ മറ്റ് ഇതുപോലെയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒഴിവായി. ഇപ്പോൾ ഈ ഇത് പനി ഇതൊക്കെ നേരത്തെ ഉണ്ടെങ്കിലും മനുഷ്യന് ഒരു സൗകര്യപ്രദമായ രീതിയിൽ തന്നെ വന്ന് ആ ദേവനെ തൊഴുതു പോകാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് അയ്യപ്പന്മാരോട് വരുന്ന ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെയാണ് മണിക്കൂറുകൾ കാത്തുനിന്നാണ് എത്തുന്നത്. അയ്യപ്പന്മാരോട് എന്താണ് പറയാനുള്ളത്? ഭക്തജനങ്ങളോടായിട്ട് അയ്യപ്പന്മാരോടായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ 500 ആളുകളുണ്ടെങ്കിൽ 5000 ആൾ വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ആരുടെയും ചില കാര്യങ്ങളൊക്കെ നമ്മളും കുറേ എന്താ പറയേണ്ട കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. നിവൃത്തിയുള്ളതും ഈ പറഞ്ഞ പോലെ അതിന് ഒരു മാറ്റം വരുത്താനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളും സഹകരിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്.